യെസ്, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? നല്ല ഗ്രാറ്റിറ്റ്യൂഡൊക്കെ രാവിലെ തന്നെ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് അല്ലെ? എവിടെ ഇല്ല എല്ലാരും? موجود موجود. ഓക്കെ, അപ്പോ ഇന്ന് ഫ്രൈഡേ ആണ്. നിങ്ങൾക്കറിയാം പ്രവീണ മാമിന്റെ സെഷനാണ് വരാറ്. സോ ഇന്നത്തെ മാമിന്റെ ടോപ്പിക് വരുന്നത് സെപ്പറേഷൻ ഓഫ് ടാസ്ക് അല്ലെ? ടാസ്ക്സ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ടാസ്ക് നമ്മൾ ചെയ്യാറുണ്ട് ഡെയിലി അല്ലേ? ഒരുപാട് ചെയ്യലുണ്ട്. അപ്പം അതിന് ബേസ് ചെയ്തിട്ട് എന്തോ ഒരു ടോപ്പിക്കാണ് മാം ഇന്ന് പറയാൻ പോകുന്നത്. എന്താന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. മാജിക് മോർണിംഗ് ടു ഓൾ ഓഫ് യു. താങ്ക് യു മുഫീദ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഇവിടെ അബ്ദുൾ റസാഖ് സാറിന്റെ ഒരു മാജിക് മോർണിംഗ് ഒക്കെ കേട്ടു, പക്ഷെ ആളെ ഒന്നും ഇവിടെ കാണാനില്ല. ഓക്കെ, എവിടെയാണെങ്കിലും ഞാൻ ക്യാമറ ഓൺ ആക്കിയിരിക്കണം, കാണാഞ്ഞിട്ടാണ്. അതെയോ? അതെന്ത് പറ്റി? മണിസാറെ കാണുന്നുണ്ടല്ലോ. ഇരുട്ടത്താണ്. അത് അതൊരു ഇരുട്ട്. ഇനിയിപ്പോ എന്റെ മൊബൈലിന്റെ കുഴപ്പമാണോ? ഓക്കെ, എന്തായാലും അത് നന്നായിട്ടില്ല അബ്ദുൾ റസാഖ് സാറെ. ദിസ് ഇസ് ഗേറ്റ് വേ ടു മൈ ടോപ്പിക്, സെപ്പറേഷൻ ഓഫ് ടാസ്ക്. എന്റെ ടോപ്പിക്കിലേക്ക് ഒന്ന് ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് ഒന്ന് കടക്കണ്ടേ? ആ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടക്കാൻ എനിക്ക് അബ്ദുൾ റസാഖ് സാറിന്റെ ഈ ഇരുട്ട് ഗുണം ചെയ്തു എന്നുള്ളതാണ് സത്യം. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പൊ മുഫീദ് പറഞ്ഞു നമുക്ക് ഒരുപാട് ടാസ്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ടാസ്കുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ അതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. ആ ടോപ്പിക്കിന്റെ ആ ഒരു തിയറിയിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്നത്. അപ്പൊ സൈക്കോളജിയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ ആഡ്ലർ. അദ്ദേഹത്തിന്റെ ആഡ്ലറിയൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഏറെ സഹായിക്കുന്ന ഒരു സൈക്കോളജി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വായിക്കുന്നത് നമുക്ക് ഏറെ നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ ലൈറ്റപ്പ് ചെയ്യാൻ, ഒന്നുകൂടി സിംപ്ലർ ആക്കാൻ, ലൈഫ് കുറച്ചുകൂടി സിംപ്ലർ ആയിട്ട് കൊണ്ടുപോകാൻ. സിംപ്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി അല്ലാന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചിന്താഗതികളൊക്കെ ഒന്നുകൂടി ലൈറ്റ് ആക്കാൻ, നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിന്റെ പാതയിൽ കുറച്ചുകൂടി വെളിച്ചം പകരാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സൈക്കോളജി ഡെവലപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് മിസ്റ്റർ ആഡ്ലർ. അദ്ദേഹത്തിന്റെ സൈക്കോളജി ആഡ്ലർ അറിയപ്പെടുന്ന ആഡ്ലറിയൻ സൈക്കോളജി എന്നാണ്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ട് ഉണ്ട്, ഒരു പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ ഒരുപാട് പ്രയാസവുമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്റെ മുന്നിലുള്ള വലിയൊരു ടാസ്ക് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി പൂർത്തിയായി. ഒരു പക്ഷെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിന്റെ ആ ഒരു ബിഗിനിങ്ങിലേക്ക്, അതിന് തുടങ്ങാനുള്ള ഒരു പ്രയാസം, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പ്രോസസ്സ് വലിയൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. അപ്പൊ അതിലേക്ക് എന്നെ ലീഡ് ചെയ്യുമ്പോൾ ഐ ഫേസ് സോ മെനി പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇതെങ്ങനെ ചെയ്യും, അപ്പൊ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം, അത് എനിക്ക് കൂടുതൽ റിസ്കി ആയിട്ട് തോന്നുന്നത്, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് മൈ തോട്ട്. ഈ തോട്ട്സ് എവിടുന്നാ വന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ എന്റെ ടാസ്കിൽ എനിക്ക് ഇത്ര ഡിഫിക്കൽട്ടി വന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുന്നത്, അതായത് ആഡ്ലറിയൻ സൈക്കോളജിയിൽ പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും മനസ്സിൽ കോർ ചെയ്യേണ്ട ഒരു വാക്കാണ്. ഓൾ അവർ പ്രോബ്ലംസ് ആർ ഇന്റർ പേഴ്സണൽ പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് ആണെങ്കിലും, നമ്മുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആണെങ്കിലും, എന്ത് തന്നെ പ്രോബ്ലംസ് നമ്മളിപ്പോ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ ഇനി ഞാൻ കാണുന്നത് കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പേപ്പറിൽ കൂടുതൽ പേപ്പർ തുറന്നാല് ഒരുപാട് പേര്, പ്രത്യേകിച്ച് സ്ത്രീകൾ, സൂയിസൈഡ് ചെയ്യുന്നു. അതായത് ഇപ്പോ റിലേഷൻഷിപ്പിൽ, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോ നമ്മുടെ പുറത്ത് ഗൾഫ് കൺട്രീസിലാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്താണെങ്കിലും കുട്ടികളെ ഒപ്പം ചേർത്ത് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ള പീഡനങ്ങൾ കാരണം അവർ സൂയിസൈഡ് ചെയ്തു, മറ്റ് പ്രശ്നങ്ങൾ കാരണം സൂയിസൈഡ് ചെയ്തു. എന്താണ് ഇതിനൊക്കെ കാരണം? ഇതൊക്കെ ഒരു പ്രോബ്ലംസ് കൊണ്ടാണല്ലോ അവരിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾ ദി പ്രോബ്ലംസ് ആർ ബിക്കോസ് ഓഫ് അതേഴ്സ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്നത്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഇന്റർ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണ്. എന്തുകൊണ്ടാണ് ഇന്റർ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് വരുന്നത്? ഇപ്പൊ ഈ സൂയിസൈഡിന്റെ
കാര്യം തന്നെ എടുക്കാം. അതായത് ഹസ്ബൻഡ് വീട്ടുകാർ എന്നെ മാനസികമായി ഉപദ്രവിച്ചു, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായി നിലനിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുട്ടികളുമായിട്ട് ഒരു ആത്മഹത്യയിലേക്ക് പോയി, അല്ലെങ്കിൽ നമ്മളിപ്പോ കരിയറിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഓൾ പ്രോബ്ലംസ് ആർ ബിക്കോസ് ഓഫ് ദ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് എന്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മാസമായിട്ട് ഞാനിപ്പോ ഒരു പ്രോജക്റ്റിന്റെ പിന്നാലെയാണ്. ഒരു പുതിയ പ്രോജക്റ്റ് കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പിന്നാലെ അതിന്റെ പിന്നാലെ ഗൈഡൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ക്യാരി ഔട്ട് ചെയ്യണം. അപ്പൊ അതിന് ഒരുപാട് ബ്ലോക്കുകൾ എന്റെ മുന്നിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ ബ്ലോക്കുകൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ഈവൺ ഒരു മെയിൽ അയക്കണമെങ്കിൽ ഞാനല്ല ഒരാൾക്ക് മെയിൽ അയക്കണമെങ്കിൽ എന്റെ മെയിൽ കൂടി അല്ല കമ്പനി മെയിലുകളൊന്നും അയക്കുന്നത്. കമ്പനിക്ക് ഒരു പെർട്ടിക്കുലർ എന്തുണ്ട്, ഒരു മെയിൽ ഐ ഡി ഉണ്ട്. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നത് ഓഫീസ് മാനേജറാണ്. അപ്പൊ ചില സമയങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത് കൃത്യമായിട്ട് മെയിൽ അയക്കുന്ന ഒരു സംവിധാനം വരുമ്പോൾ ഈ ഓഫീസ് മാനേജറെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പൊ ചില സമയത്ത് ഓഫീസ് മാനേജർ ഒരു പക്ഷെ മറ്റു ചില വർക്കുകളിൽ ബിസി ആയി പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെയിൽ അയക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഉടനെ ചിന്തിക്കുന്നുണ്ട്, അവരിത് ചെയ്തില്ല, പ്രശ്നം തുടങ്ങി, അവിടെ ചെയ്തു, എന്റെ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങി, എന്റെ പ്രോബ്ലംസ് തുടങ്ങി. ഞാൻ പറയുന്നത് എന്താണ്, അവരത് ചെയ്യാത്തത് കൊണ്ട് എന്റെ വർക്കിന് എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പക്ഷെ അത് എന്റെ പ്രശ്നം മാത്രമല്ല, അവരുടെ പ്രശ്നമല്ല. അപ്പൊ ഇത് കാരണം ഞാൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആവുന്നു, എനിക്ക് ഹെഡേക്ക് വരുന്നു, എനിക്ക് ആ കൂടി ക്ഷീണം ഫീൽ ചെയ്യുന്നു, തുടങ്ങി പലതരം പ്രശ്നങ്ങളാണ്. ഒന്നും സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല. ഇതിനെല്ലാം ഞാൻ കാരണം കണ്ടെത്തുന്നത് ഇതാണ്, അവരത് ചെയ്യാത്തത് കൊണ്ട് എന്റെ പ്രോബ്ലംസ് ഇങ്ങനെ കൂടി 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 വരുന്നു. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇത് മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇന്റർപേഴ്സണൽ ബാറ്റ്ലർ പറഞ്ഞതുപോലെ ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ, യു ആർ നോട്ട് സെപ്പറേറ്റിംഗ് യുവർ ടാസ്ക് എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഈ പ്രോസസ്സ് നടത്താനുണ്ട്. അപ്പൊ ഈ മെയിൽ അയക്കാനുണ്ടെങ്കിൽ അതിന്റെ ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റുള്ളവരുടെ ടാസ്കിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഒരു മെയിൽ ഞാൻ അയക്കാൻ അവരുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ അവരെന്ത് ചെയ്യണം, ഓഫീസ് മാനേജർ ആയതുകൊണ്ട് കമ്പനിയുടെ മെയിൽ ഹാൻഡിൽ ചെയ്യുന്നത് അവർ മാത്രമായതുകൊണ്ട് അവരിലൂടെ മാത്രമേ മെയിൽ അയക്കാൻ പറ്റുള്ളൂ. ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, അവരത് അയക്കാത്തത് കൊണ്ട് അവരുടെ ടാസ്ക് ആണ് എന്ത്, ഈ മെയിൽ അയക്കുക എന്നുള്ളത്. അവരത് അയക്കാത്തത് കൊണ്ട് എന്റെ ബാക്കിയുള്ള പ്രോസസ്സ് മുഴുവൻ സ്റ്റോപ്പായി കിടക്കുന്നു എന്നതാണ് എന്റെ ചിന്ത. ഈ എന്റെ ടാസ്ക് എന്താണ്, കൃത്യമായിട്ട് ഇത് അവർക്ക് പാസ് ചെയ്യുക. ആ പാസ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്തു, എന്റെ പകുതി ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള ടാസ്ക് എന്താണ്, ഇവര് ഇത് അയക്കുകയാണെങ്കിൽ അത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അയക്കേണ്ടത് അവരുടെ ടാസ്ക് ആണ്. ഇതെങ്ങനെയാണ് ഉറപ്പുവരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ അവരോട് എന്ത് ചെയ്യാം, ആ ഇമ്പോർട്ടൻസ്, ആ മെയിൽ അയക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യാം, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പകരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരത് അയച്ചില്ല, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ റീസൺ എന്താണ് ഈ ഇമെയിലിന്റെ ഇമ്പോർട്ടൻസ്, അത് എന്നവിടെ എത്തണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ടുള്ള അവരുടെ ടാസ്കിൽ ഇന്റർഫിയർ ചെയ്യാതെ എന്റെ ടാസ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഈ മെയിൽ കൊടുത്തിരിക്കുന്ന ഈ എന്താണോ അവർ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഇന്ന വ്യക്തിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ടാസ്ക്. അപ്പൊ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യേണ്ട എന്റെ ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആ ടാസ്കിന് പിന്നാലെ പോകാതെ നമ്മുടെ ടാസ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി, നമ്മുടെ ലൈഫിലുള്ള പാത്ത് ലൈഫിലേക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ വെളിച്ചം വരികയും കുറച്ചുകൂടി ലൈഫ് സിമ്പിൾ ആവുകയും ചെയ്യും എന്ന് അഡ്ലർ പറഞ്ഞു. ഒരു പക്ഷെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഡ്ലർ ഇൻ സൈക്കോളജി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കമ്പനിയുടെ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടുന്ന് ഞാൻ നേരെ പോകുന്ന ആ വഴിയിൽ ഞാൻ ഒരു ഒന്ന് ടേൺ ചെയ്തു. അവിടെ എന്റെ ടാസ്കിൽ വീണ്ടും അവർ ചിലപ്പോൾ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല, കാരണം ഓഫീസ് മാനേജർ കമ്പനി എന്ന് പറയുമ്പോൾ ദേ ഹാവ് ദെയർ ഓൺ ടാസ്ക്, അവർ അതിനായിട്ട് ബിസി ആയിരിക്കും. പക്ഷെ എന്റെ ടാസ്ക് എന്താണ്, ഇവർക്ക് വേണ്ടിയിട്ട് അവരെ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ വിവരം അറിയിക്കുക എന്നുള്ളത് എന്റെ ടാസ്ക് ആണ്. ഞാൻ എന്ത് ചെയ്യണം, അവരെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ വാട്സപ്പ് ഉണ്ട്, അതൊരു പ്രൂഫാണ്. എന്റെ ടാസ്കിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇത് ഇന്ന സമയത്ത് കൃത്യമായി ഇന്ന വ്യക്തിക്ക് എത്തിക്കണം, ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്, ഇത് ഇന്ന് എത്തിയാൽ മാത്രമേ ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് അത് മുഴുവനാവുകയുള്ളൂ എന്ന് എന്റെ ടാസ്കിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. പകരം ഞാനിത് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊന്നും വേണ്ട, നമ്മളൊക്കെ മെസ്സേജ് അയച്ചാൽ ഉടനെ എടുത്തു നോക്കും, ഇത് അവർ കണ്ടോ,
ഇതെന്തുകൊണ്ട് ഇവർ വായിച്ചില്ല? ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയായിരുന്നു. വാട്സപ്പ് എടുത്തൊരു 5 മിനിറ്റ്, ഇവരത് വായിച്ചില്ലല്ലോ. ഇത് എന്റെ ടാസ്ക് അല്ല, ഇത് അവരുടെ ടാസ്ക് ആണ്. എന്റെ ടാസ്ക് ഇത് അവരെ അറിയിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ എടുത്തു നോക്കാൻ തുടങ്ങി. 15 മിനിറ്റ്, അരമണിക്കൂർ, ഒരു ദിവസമായി അവർ റിസീവ് ചെയ്തിട്ടില്ല. ലീവ് ഇറ്റ്. ഇത് ഇനി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? അയ്യോ, ഇത് അവിടെ എത്തിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നമാവും. ലീവ് ദാറ്റ് തിങ്കിങ് എന്നാണ് പറയുന്നത്. അവരുടെ ടാസ്ക് അവർ ചെയ്യട്ടെ. നിങ്ങളുടെ ടാസ്ക് എന്താണോ അതിന് പിന്നാലെ മാത്രം യാത്ര ചെയ്യുക. വീട്ടിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളൊരു ടാസ്ക് വീട്ടിൽ ഉണ്ടായിരിക്കാം. ഒരു ഗ്ലാസ് ചായ കുടിച്ച ഒരു ഗ്ലാസ് മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞത് ഇത് ഇവിടുന്ന് മാറ്റി വെക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ടാസ്ക് കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കും ആ കാപ്പിന്റെ ഗ്ലാസ് കുടിച്ച ഗ്ലാസ് ആ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ടോന്ന്. ഉടനെ അത് അവരുടെ ടാസ്ക് ആണ്. അതിന്റെ പിന്നാലെയാണ്. ആ, ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല, കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ടാസ്കിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇത് വാക്കി അവർക്ക് വേണമെങ്കിൽ ചെയ്യട്ടെ, അതിന്റെ പിന്നാലെ യാത്ര ചെയ്യാതിരിക്കില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണവും നമ്മുടെ ടാസ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഈവൻ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇത്തരം സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് വരുന്നത്? നമ്മുടെ ടാസ്കിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണെന്ന് കൃത്യമായിട്ട് ഒരു പക്ഷെ നമുക്ക് ഓരോരുത്തരുടെ ലൈഫ് പഠിച്ചാൽ മനസ്സിലാവും. ഇത് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്കുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചുകൂടി വെളിച്ചം വരാനും നമ്മുടെ ജീവിതം ഓരോരുത്തരുടെയും കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. കാരണം ഇത് നമുക്ക് മറ്റുള്ളവരായിട്ട് ഒരു ഡിബേറ്റിനുള്ള കാര്യമല്ല. നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി സിംപ്ലർ ആക്കാൻ, കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ മാത്രം. അപ്പൊ ഓരോ സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തിയും ചിന്തിക്കുക എന്താ? അവരെന്നോട് അത് ചെയ്തു, അവരെന്നെ സംരക്ഷിച്ചിട്ടില്ല, അവരുടെ ടാസ്കുകളിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ. പകരം അവര് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവരുടെ പ്രശ്നം. എനിക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ ലൈഫിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേറ്റ് അവർ ഓൺ ടാസ്ക്, നമ്മുടെ ടാസ്കുകളിൽ മാത്രം. അതെന്തൊക്കെ ഇപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബി മാജിക് എന്നത് പങ്കെടുക്കുക എന്നുള്ള എന്റെ ടാസ്ക് ആണ്. അത് ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇത് എന്റെ ഫാമിലിയിൽ എന്റെ വൈഫ്, എന്റെ കുട്ടികളൊക്കെ കുറച്ചുകൂടി കേട്ടാൽ അവർ ഈ മെഡിറ്റേഷൻ ചെയ്താൽ, ഇപ്പൊ രാവിലെ നമ്മുടെ സേഫ് സാറിന്റെ മെഡിറ്റേഷൻ നമ്മൾ കേട്ടപ്പോൾ നമുക്ക് അതിന്റെ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള വ്യക്തിയാണ്. അത് നമ്മുടെ ടാസ്ക് ആണ്. അത് നമ്മൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഇത് കേട്ടാൽ യെസ്, അത് നമ്മൾ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിക്കേറ്റ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലെറ്റ് ദം ലീവ്. അവർക്ക് വേണമെങ്കിൽ അത് അവർ ചെയ്യട്ടെ. അത് വീട്ടിലാണെങ്കിലും നമ്മുടെ കരിയറിലാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്ത് എവിടെയാണെങ്കിലും അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ചിലപ്പോഴും പറയാറുണ്ടല്ലോ, ഓ ഇന്നത്തെ രാവിലെ ഇറങ്ങുമ്പോൾ ബസ് കിട്ടിയില്ല, കഴിഞ്ഞു ഇന്നത്തെ ജീവിതം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോയി. ബോസിന്റെ അടുത്ത് രാവിലെ ചീത്ത കേട്ട നമ്മൾ ഉടനെ നമ്മൾ എന്ത് പറയും? ഇപ്പൊ ഓഫീസിനായാലും നമ്മളോട് പോകുന്ന സമയത്ത് കാലത്ത് സംസാരിച്ചു, എന്തെങ്കിലും സംസാരിച്ച ഉടനെ പറയും ഇന്നത്തെ ദിവസം രാവിലെ അവരുടെ വായിലിരിക്കുന്ന ഞാൻ കേട്ടു, കഴിഞ്ഞു. അത് നമ്മുടെ ടാസ്ക് അല്ല, അത് അവരുടെ ടാസ്ക് ആണ് അങ്ങനെ സംസാരിക്കാനുള്ളത്. നമ്മൾ എന്തിന് അതിന്റെ പിന്നാലെ ഏറ്റുപിടിക്കണം? നമ്മൾ വന്നിരിക്കുന്നത് അന്നത്തെ ജോലി ചെയ്യാനാണ്. ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, നമ്മൾ ചെയ്യേണ്ട കരിയറിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ചെയ്തു തീർക്കേണ്ട എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ടാസ്കുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഗോള് നമ്മുടെ ടാസ്ക് ആണ്. അതിന് പിന്നാലെ പോകുന്നതിന് പകരം അവരത് പറഞ്ഞതുകൊണ്ട് എന്റെ ലൈഫ് ഇങ്ങനെയായി, എന്റെ ജീവിതം ഇന്ന് ഇങ്ങനെ പ്രശ്നത്തിലായി, രാവിലെ കാപ്പി കിട്ടിയില്ല, കൃത്യസമയത്ത് തരേണ്ടതാണ്, അത് തരാത്തത് കൊണ്ട് എനിക്ക് തലവേദന വന്നു. അത് അവരുടെ ടാസ്ക് ആണ് തരിക എന്നുള്ളത്. നമ്മുടെ ടാസ്ക് എന്താണ്? എനിക്ക് രാവിലെ കാപ്പി കുടിച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, എനിക്കില്ലെങ്കിൽ തലവേദന എടുക്കും. ദാറ്റ് ഇസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അവർ തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത പണി നോക്കുക, നമ്മൾ കാപ്പി ഉണ്ടാക്കി കുടിക്കുക. സോ കോൺസെൻട്രേറ്റ് അവർ ഓൺ ടാസ്ക്, നോട്ട് അതേഴ്സ് ടാസ്ക്. അവരുടെ ടാസ്കിൽ പിന്നാലെ പോകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ പ്രശ്നം, ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് എന്ന് ഈ ആഡ്ലറിൻ സൈക്കോളജി പഠിച്ചപ്പോൾ ഒരുപക്ഷെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞാനത് റിസീവ് ചെയ്തത്. ആദ്യമൊക്കെ വളരെ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ലൈഫിൽ ഇപ്പൊ കടന്നു പോകുന്ന, ഞാൻ പറഞ്ഞു എന്റെ കരിയറിൽ എനിക്ക് ഒരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ അതിന്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് കംപ്ലൈന്റ്സ് ആണ്. അവരുടെ ടാസ്കിലാണ്, മറ്റുള്ളവരുടെ ടാസ്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അവരത് ചെയ്തില്ല, അവരത് കേട്ടില്ല. പിന്നെ ഇത് കേട്ടത്, ഇത് പഠിച്ചത് 1 മാസമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതോടുകൂടി ഐ ഹാവ് ചേഞ്ച്. എങ്ങനെ ചേഞ്ച് ചെയ്ത് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും കൃത്യമായിട്ട് ഒന്നുകിൽ ഒരു ഫോൺ എടുത്തിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യും. ഇനി അവർ കണ്ടില്ലെങ്കിൽ ദാറ്റ്സ് നൺ ഓഫ് അവർ പ്രോബ്ലം. അത് നമ്മുടെ പ്രോബ്ലംസ് അല്ല. നമ്മൾ അവരെ കോൾ ചെയ്തപ്പോൾ ഒരു ഫോൺ എടുത്തില്ല. അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്റെ ടാസ്ക് ഇത് അറിയിക്കാണ്. അറിയിച്ചു. അവർ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് എടുക്കുന്നത്. ദാറ്റ് ഇസ് ദെയർ പ്രോബ്ലം, നോട്ട് മൈ ഓൺ പ്രോബ്ലം. അവർ ലേറ്റ് ആയാൽ അത് അവരുടെ പ്രോബ്ലം ആണ്, എന്റെ പ്രോബ്ലം അല്ല. ഇത് നടന്നില്ലെങ്കിൽ ലോകം ഒന്നും ഇടിഞ്ഞു പോകാൻ പോകുന്നില്ല എന്നുകൂടി തിരിച്ചറിഞ്ഞപ്പോ ഐ ഫീൽ
ലിറ്റിൽ റിലാക്സ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. മുഴുവനായിട്ട് ഞാൻ മാറി എന്നല്ല പറയുന്നത്. ഞാൻ അവിടെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി. ഈ റിലാക്സ്ഡ് ആകുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടി ലൈഫ് ഒന്ന് സിംപ്ലർ ആയിട്ട് മാറും. നമ്മൾ നമ്മുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് കയ്യിലുള്ള നമ്മൾ പൂർത്തീകരിക്കുന്ന ടാസ്കുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ വഴികൾ കണ്ടെത്തും. അവിടെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു പക്ഷെ ഇതൊരു ബ്ലെസ്സിങ് ആയിരുന്നു ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു എന്റെ ഈ ടാസ്കിൽ എനിക്ക് ഈ ഒരു ബാച്ചിലർ സൈക്കോളജി കൂടി പഠിക്കാൻ പറ്റിയത് എന്റെ ലൈഫിൽ കടന്നു പോയ ഓരോ അനുഭവങ്ങളും എന്നെ വളരെ റിലാക്സ്ഡ് ആക്കി കുറച്ചുകൂടി സിംപിളർ ആയിട്ട് ചിന്തിക്കാൻ കഴിയും. ഓക്കെ, കോൺസെൻട്രേറ്റ്. പിന്നെ നെക്സ്റ്റ് ഡേയില് പിന്നെ വാട്സപ്പ് നോക്കുക അല്ല വിഷയം. അവരെടുത്തോ എന്നുള്ളതും പിന്നെ പതുക്കെ പതുക്കെ മാറി തുടങ്ങി. പിന്നുള്ള ഈ ഒരു മാസക്കാലം അവർ നോക്കിയാലും നോക്കിയില്ലെങ്കിൽ എന്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുക, അതാണ് എന്റെ ടാസ്ക്. അവരുടെ ടാസ്ക് അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, എപ്പോഴാണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പൊ എന്തില്ല, ആ വ്യക്തിയെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കാനുള്ള ഒരു കാരണം ഞാൻ കണ്ടെത്താൻ തുടങ്ങി. മേ ബി ദേ ഹാവ് ദെയർ ഓൺ പ്രോബ്ലംസ്, ലീവ് ഇറ്റ്. അങ്ങനെ പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ നമ്മുടെ ലൈഫിൽ കംപ്ലൈന്റ്സ് ഒന്നും തന്നെ ഇല്ലാതെ പതുക്കെ 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 നമുക്ക് നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ടാസ്കുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ആഡ്ലർ ഇൻ സൈക്കോളജി പറഞ്ഞ ഈ ഒറ്റ വാക്ക് ലൈഫിൽ ഓർത്താൽ മതി. ഓൾ പ്രോബ്ലംസ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഹെൽത്ത് പ്രോബ്ലംസ് ആണെങ്കിൽ കൂടി ഇറ്റ് ഈസ് ഓൾവേസ് കമ്മിങ് ഫ്രം അവർ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. നമുക്ക് ദേഷ്യം വരുന്നത് അതൊരു ഹെൽത്തിലെ പ്രശ്നം കൂടിയിട്ടാണ്. എന്തുകൊണ്ട്? മറ്റുള്ളവരുടെ ടാസ്കിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അവരത് ചെയ്തില്ല, അവരങ്ങനെ ചെയ്തില്ല, അവരെന്നോട് കാര്യത്തിൽ സംസാരിച്ചു, അല്ലെങ്കിൽ ഇന്നതാണ് അവരത് പറയാത്തത് കൊണ്ട്, അവർ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഓൺ ടാസ്ക്. അതായത് നമ്മുടെ ടാസ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സെപ്പറേറ്റ് ദ ടാസ്ക്, അത് അവരുടെ ടാസ്ക് ആണ്, അത് ചെയ്യേണ്ടത് അവരുടെ ടാസ്കാണ്. ഈ മാജിക്കിൽ ഞാൻ പങ്കെടുക്കേണ്ടത് എനിക്ക് മാറാനാണ്. എന്റെ പാർട്ട്ണറോട് നമ്മൾ പറയും എനിക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ചേരാം എന്നവരോട് പറയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ചെയ്തോട്ടെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയും. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മാറിയെന്ന് പറയും. ഇതൊക്കെ കൊണ്ടാണ് ബി മാജിക്കിൽ ചേരണമെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് മാറ്റങ്ങളോ നിനക്ക് മാറ്റങ്ങളോ ഇങ്ങനെ ഇതിന്റെ പിന്നാലെയാണ് പിന്നെ ഇത് വിടില്ല. നമ്മൾ അവരുടെ ടാസ്കിൽ മുറുകെ പിടിച്ചിരിക്കുക. എന്നാൽ നമ്മുടെ അവിടെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതവിടെ കിടപ്പുണ്ട്. അതിന്റെ പിന്നാലെ പോകാതെ അവരുടെ ടാസ്കിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് എവിടെയും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. സോ സെപ്പറേറ്റ് യുവർ ടാസ്ക് ആൻഡ് ഗിവ് ദം ഫ്രീഡം. അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് എല്ലാ ഫ്രീഡവും കൊടുക്കുക. ഇപ്പൊ കുട്ടികളാണെങ്കിലും പഠിക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് അവരോട് നല്ല വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് അവർക്ക് അവരുടെ ഫ്രീ സ്പേസ് കൊടുക്കുക. ഒരു പരീക്ഷയ്ക്ക് ഇപ്പോ ഓണപരീക്ഷയ്ക്ക് തോറ്റതുകൊണ്ട് കുട്ടി ആ വർഷം ആനുവൽ എക്സാമിന് തോൽക്കില്ല എന്നൊന്നും അല്ലെങ്കിൽ ജയിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാം ഇത് പഠിച്ചാൽ ഇന്നതാണ് ഗുണം, പഠിച്ചില്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഗിവ് സം സ്പേസ്. ഒരുപക്ഷെ ഓണപരീക്ഷ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ തോൽക്കാതിരിക്കാനാണ് നമ്മൾ അവരുടെ ടാസ്ക് കയറി പിടിക്കുന്നത്. തോൽക്കട്ടെ, ഒരു പ്രാവശ്യം ഒന്ന് തോറ്റു നോക്കട്ടെ, അടുത്ത പ്രാവശ്യം ക്ലാസ്സിൽ വെച്ച് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുമ്പോൾ അവർ തന്നെ അവരുടെ ടാസ്കിൽ കോൺസെൻട്രേറ്റ് തുടങ്ങും. അപ്പൊ ഇത്ര മാത്രമേ ആഡ്ലർ നമ്മളോട് പറയുന്നുള്ളൂ. സെപ്പറേറ്റ് യുവർ ടാസ്ക്. നിങ്ങളുടെ ടാസ്കും മറ്റുള്ള ടാസ്കും തമ്മിൽ ഡിവൈഡ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. ആൻഡ് കോൺസെൻട്രേറ്റ് നമ്മുടെ ടാസ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് കുറച്ചുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫിലുള്ള പാത്ത് കുറച്ചുകൂടി വെളിച്ചവും അത് കുറച്ചുകൂടി സിംപ്ലർ ആക്കാനും കൂടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓൾവേസ് സെപ്പറേറ്റ് യുവർ ടാസ്ക്. ഇത് മാത്രം മതി. ഒരു പക്ഷെ ഇന്ന് നിങ്ങൾ ഇതിന്റെ പിന്നാലെ നിന്ന് യാത്ര ചെയ്തു തുടങ്ങിയാൽ ദർ വിൽ ബി മിറാക്കിൾസ് ഇൻ യുവർ ലൈഫ്. ഉറപ്പാണ്. കാരണം ഇപ്പൊ ഒരു മാസമായിട്ട് ഞാൻ കടന്നു പോകുന്ന പ്രോജക്റ്റിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് ഈ ഒരൊറ്റ പോയിന്റ് ആണ്. സെപ്പറേറ്റ് യുവർ ടാസ്ക്. നമ്മുടെ ടാസ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അവരുടെ ടാസ്ക് ചെയ്യാനും അവർക്ക് കുറച്ചുകൂടി ഫ്രീ സ്പേസ് കൊടുക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഈസിയാവും. ഇപ്പൊ സാറുടെ മെസ്സേജിൽ പറഞ്ഞതുപോലെ, മെഡിറ്റേഷനിൽ പറഞ്ഞതുപോലെ നമ്മളാണ് ലൈഫിലെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള വ്യക്തി. എങ്ങനെയാണ് ഈ സന്തോഷം കണ്ടെത്തുന്നത്? നമ്മുടെ ടാസ്കിൽ നമ്മുടെ ഗോളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഓരോരുത്തരുടെയും ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നമ്മുടെ ജീവിതം കുറച്ചുകൂടി വെളിച്ചമുള്ളതാക്കാനും വളരെ സിമ്പിൾ ആക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ.
I thank you all and I love you all. Good day. Thank you, ma'am. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു അല്ലേ? സെപ്പറേഷൻ ഓഫ് ടാസ്ക് നല്ല രീതിയിൽ തന്നെ മാം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് പുതിയ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, ഒരുപാട് പുതിയ പേരുകളൊക്കെ കാണുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ആണെങ്കിലും അവർക്ക് കൂടുതലായിട്ട് പറയാനില്ലെങ്കിലും ജസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ അല്ലേ? യെസ്, ഓക്കെ. എവിടെ പോയി ഫാസിൽ സർ? ഹലോ മാം, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ എന്നാണ്. കണ്ണൂർ ജില്ലയിൽ ഉളിയിലാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ നിലവിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. 2017 മുതൽ ഫീൽഡിലുണ്ട്. ഫോർച്ചുനേറ്റ്ലി BEd എടുക്കാൻ പറ്റിയിട്ടില്ല, ബട്ട് ബേസിക് ഫീൽഡിലാണുള്ളത്. MA കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് നജുല ഔട്ടി, ഇതാണ് ഈ ഒരു ഇതിനെ പറ്റിയിട്ട് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഇപ്പം നിലവിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ടീച്ചിങ് ഫീൽഡ് ആ ഒരു പാഷനോടുകൂടിയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അൽഹംദുലില്ലാഹ്, ദൈവം തമ്പുരാന്റെ സഹായത്താൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആസ് മാം പറഞ്ഞ പോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും നമ്മുടെ ലൈഫ്. പ്രത്യേകിച്ചും ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് ചെയ്ത ഒരു ഫീൽഡ് കൂടിയാണ്. അതിൽ വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിറങ്ങിയ അല്ല പഠിക്കുന്ന സമയത്തുള്ള ഒരു അവസ്ഥ ആസ് യൂഷ്വൽ നമുക്ക് അറിയാൻ പറ്റും. ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു റിലേഷനും ആ ഒരു ഇതിലും ടീച്ചേഴ്സിന് വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികളുമായിട്ട് ഇടപഴകാൻ പറ്റും. അതിൽ തന്നെ പണിഷ്മെന്റ് ആണെങ്കിൽ ആ പണിഷ്മെന്റ് ആണെന്ന് കുട്ടികൾ മനസ്സിലാക്കുകയും ടീച്ചേഴ്സ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതിൽ ആ ഒരു റിലേഷൻ വളരെ സ്മൂത്ത് ആയിരുന്നു. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള സ്റ്റുഡൻസിനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോലും അത് വളരെ പ്രയാസകരമായിട്ടൊരു സിറ്റുവേഷൻ ആണ്. ടീച്ചർ എന്നെ ഹറാസ് ചെയ്തു, ടീച്ചർ എന്നെ ടോർച്ചർ ചെയ്തു, ആ ഒരു ടോണാണ്. ഇനി പാരൻസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ ഇതുവരെ തല്ലിയിട്ടില്ല, ഞാൻ എൻ്റെ കുട്ടിയെ ഇതുവരെ നോവിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ ആരാണ് എൻ്റെ കുട്ടിയെ തല്ലാൻ എന്ന് പാരൻസ് കുട്ടിയുടെ മുമ്പിൽ നിന്ന് അധ്യാപകനെ ഷൗട്ട് ചെയ്യാണ്. ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യുന്നത് പാരൻസ് തന്നെയാണെന്നുള്ള വേറൊരു റിയാലിറ്റി. ഇപ്പോൾ റീസെന്റ് നമ്മളൊരു പാരൻസും ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു സിറ്റിങ്ങിൽ പാരൻസ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ പല സന്ദർഭങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളുമായിട്ടുള്ള ഒരു റിലേഷൻ വളരെ ഇതിലാണ്, ബട്ട് പല കാര്യങ്ങളിലും മക്കളെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, അവരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കുട്ടികളുമായിട്ട് ഇടപഴകുന്നത്. എനിവേ എന്നെ സംബന്ധിച്ച് എനിക്കുള്ള ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുട്ടികളുമായിട്ടുള്ള ആ ഒരു റിലേഷനിൽ പല കുട്ടികളും ഞാൻ LKG മുതൽ ഞാൻ പല കുട്ടികളെയും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഈ ഫീൽഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നാടുകളിൽ ഒരുപാട് സ്റ്റുഡൻസ് എനിക്കുണ്ട്. അവരുടെ പാരൻസുമായിട്ട് എനിക്ക് ഭയങ്കര നല്ലൊരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെയും, ഈവൻ ഞാൻ ബാംഗ്ലൂർ സൺഡേയിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് മാം. 2017 മുതൽ ബാംഗ്ലൂരായിരുന്നു എൻ്റെ ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചിങ് ഫീൽഡ്. അതിനു മുമ്പ് നമ്മുടെ മദ്രസ എഡ്യൂക്കേഷനിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അധ്യാപകനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷനിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എന്നേക്കാൾ ഉയരത്തിലുണ്ട്. എനിവേ ടീച്ചേഴ്സ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, മറ്റ് പ്രൊഫഷണൽ ജോലികളിലുള്ള ആളുകളുണ്ട്, അതോടൊപ്പം ബിസിനസ് ഫീൽഡിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നാട്ടിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മീറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുട്ടികൾ അവരുടെ സങ്കടങ്ങളും അവരുടെ സന്തോഷങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുന്നു. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിവേ മൊത്തത്തിൽ ഇതിൽ നമ്മുടെ ഈ ഒരു മെമ്പേഴ്സിനോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഒരാളുടെ പ്രശ്നങ്ങളാവട്ടെ എന്തുവാകട്ടെ, കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മളെ ലൈഫും ചേഞ്ച് ചെയ്യാൻ പറ്റും. അറ്റ് സെയിം ടൈം ബാക്കിയുള്ളവരുടെ ലൈഫ് നമുക്ക് ആ ഒരു നല്ലൊരു പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ്. അതിൽ നമുക്ക് മറ്റൊരു ഇത് എന്ന് പറയുന്നത്, നമുക്ക് ഈ എല്ലാം തന്നിരിക്കുന്നത് നമ്മുടെ ദൈവമാണ്.
ദൈവം തമ്പുരാന്റെ ആ ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതോടൊപ്പം ആ ഒരു ബ്ലെസ്സിങ്സ് നമുക്കുണ്ടാവും, നമ്മുടെ ചുറ്റുപാടിലേക്ക് നമുക്ക് കൊണ്ടുവെക്കാനും പറ്റും എന്നാണ് പറയാനുള്ളത്. എനിവേ എല്ലാവരെയും കാണാനും ഇനി അങ്ങോട്ട് കൂടുതലായി പരിചയപ്പെടാനും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. പുതിയതായിട്ട് വന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചു. നമുക്ക് നല്ലൊരു മെസ്സേജുമായിട്ട് നൽകിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. യെസ്, ഇത് ഫാസിൽ പറഞ്ഞത് മുഴുവൻ ഫാസിൽ ടാസ്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ എന്റെ ആദ്യമേ പറഞ്ഞു, ടീച്ചിങ് പ്രൊഫഷൻ ഒരുപാട് ഇഷ്ടപ്പെടും. അതാണ് എന്റെ ടാസ്ക്, അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ഉടലെടുക്കാൻ പറ്റി, ഒരുപാട് പേര് കേൾക്കാം. അപ്പൊ ആ ഒരു ടീച്ചിങ് പ്രൊഫഷൻ എന്ന ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഒരു കൂടുതൽ കേൾവിക്കാരനായി മാറണം എന്ന് പാർട്ടിയിൽ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു നമ്മളെ വളർത്താൻ നമുക്കൊരു പോയിന്റ് കിട്ടി. അത് നമുക്ക് ഷെയർ ചെയ്ത് തരുകയും ചെയ്തു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഗുഡ് ഡേ. Thank you, Fasil sir. Thank you so much. താങ്ക് യു മാം. Okay, sir. Mustafa sir. ഞാൻ ഇന്ന് ലേറ്റ് ആയി, കാരണം വീട്ടില് കറണ്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കറണ്ട് പോയിരുന്നു, അപ്പൊ ശരിയായിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് വഴുകി. നന്നായിട്ട് ക്ലാസ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നല്ലൊരു Okay. ഞാൻ അതിലൊന്ന് ഇന്റർഫിയർ ചെയ്യണേ സീത. യെസ്, അപ്പൊ മുസ്തഫ സാറ് പറഞ്ഞു ഓക്കെ ഇന്നത്തെ കറണ്ട് പോയി, അപ്പൊ അതുകൊണ്ട് കുറെ കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ എന്നാലും ക്ലാസ്സുകൾ എനിക്ക് കുറച്ചൊക്കെ കേൾക്കാൻ പറ്റി. അപ്പോഴും നമ്മൾ നമ്മുടെ ടാസ്കിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തോ എന്ന് നമ്മളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നുണ്ടെന്ന്. അപ്പോഴും നമ്മൾ പറഞ്ഞ എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ നമ്മളൊരു ശ്രദ്ധ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പോയിന്റ് എടുത്തു പറഞ്ഞത്. കറണ്ട് പോയി പോട്ടേനെ, നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ലല്ലോ, പോട്ടെ. പക്ഷെ വന്നു കഴിഞ്ഞ് ഒരു സെന്റൻസ് ഇപ്പൊ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്റെ എനിക്ക് ബി മാജിക്കിന് എന്തെങ്കിലും ഒക്കെ ഒന്ന് കേൾക്കാനും എനിക്കൊന്ന് മാറണം എന്ന ചിന്താഗതിയോടെയാണല്ലോ വന്നത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പക്ഷെ ഞാനിവിടെ ഷെയർ ചെയ്ത് ഒന്നും മുത്തവസാനം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ബി മാജിക്കിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഒരു പക്ഷെ ചിലപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞതായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്ലിക്ക് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ഒന്നും ചിലപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ക്ലിക്ക് ആയില്ല. പക്ഷെ എന്റെ ടാസ്ക് എന്താണ്, ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞ ഒരു പോയിന്റ് ചിലപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവും. നമ്മൾ ഒരാളെ കേൾക്കുക, അതായത് അവർ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടുകൂടി ചെവി കൂർപ്പിച്ചിരിക്കുക. ഇപ്പൊ മതി, ഇന്ന് ബി മാജിക്കിൽ കയറിയപ്പോ ഇത് കിട്ടി. എന്റെ ടാസ്ക് ഇതാണ്. ഈ ബി മാജിക്കിൽ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. എനിക്ക് കിട്ടി. കോൺസെൻട്രേറ്റ് ഓൺ അവർ ടാസ്ക്. താങ്ക് യു സോ മച്ച് മുസ്തഫ സാർ. അതൊന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് അത് കുറച്ചും കൂടി എളുപ്പമായി. താങ്ക് യു സോ മച്ച്. ഇതാണ് ഷെയറിങ്ങിന്റെ ഒരു ഗുണം. താങ്ക് യു. Okay, thank you, Mustafa sir. Thank you so much. ആതിര ശ്രീജിത്ത് എന്നൊരു പേര് കാണുന്നുണ്ട്. ആള് പുതിയ മെമ്പർ ആണോ? ആണെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ആണെങ്കിലോ അല്ലെങ്കിൽ സംസാരിച്ചോളൂ. ആതിര മാം. ഹലോ. ഹലോ, കേൾക്കുന്നില്ലേ? യെസ്, ഇപ്പോൾ ഓഡിബിൾ ആണ്. ഞാൻ ന്യൂ മെമ്പർ ആണ്. ഒരു 2 ആഴ്ചയായിട്ട് ജോയിൻ ചെയ്തിട്ട്. പിന്നെ ഞാൻ കാലിക്കറ്റ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതിൽ, ബീന സുനിൽ എന്ന് പറഞ്ഞിട്ട്. അവരെയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനെയായിപ്പോയി, ഞാൻ ഇങ്ങനെയായിപ്പോയി. ഞാൻ BA ഇംഗ്ലീഷ് കഴിഞ്ഞ ആളാണ്, ലിറ്ററേച്ചർ ആയിരുന്നു. പക്ഷെ എനിക്ക് കരിയറിൽ അങ്ങനെ എവിടെ എത്താൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ പാഷൻ ആയിരുന്നു ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹൗസ് വൈഫ് ആണ്, 2 മക്കളുണ്ട്. അപ്പൊ അവര് എപ്പോഴും ഇങ്ങനെ ഞാൻ എപ്പോഴും നെഗറ്റീവ് പറയുമ്പോൾ അവരിങ്ങനെ പോസിറ്റീവായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അവരത് നീ എന്തായാലും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യ്. അപ്പൊ എനിക്കിപ്പോ 2 ആഴ്ചയായിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. നിങ്ങളൊക്കെ സംസാരിക്കും പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഒരു വേദിയില്. അപ്പൊ അതിന്റെ കുറച്ച് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ക്ലാസ് കൊണ്ട് എനിക്ക് ഇപ്പം തന്നെ മാം പറഞ്ഞതൊക്കെ ഇപ്പൊ ഈ ജനറേഷൻ ആയതുകൊണ്ട് ഞാനൊക്കെ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ് മാം പറഞ്ഞത്. ഈ ലൈഫിലായാലും
അപ്പോൾ മാം പറഞ്ഞ കാര്യം എനിക്ക് എൻ്റെ ഒരു ലൈഫിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് നല്ല ഒരു വ്യത്യാസമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഹലോ. ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആ ഓക്കെ, കൂടുതൽ അതിന് മുൻപ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ സെഷനെ? ആ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ, പറഞ്ഞോളൂ. അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് നല്ല ഉപകാരം തന്നെയാണുള്ളത്, നല്ല യൂസ്ഫുൾ ആണ്. ഉം. ഓക്കെ ആതിര, അപ്പൊ ആതിര പറഞ്ഞല്ലോ ആതിരയ്ക്ക് ഒരു ടാസ്ക് ഉണ്ട്, പക്ഷെ ആതിരയ്ക്ക് എവിടേക്കോ ആ ടാസ്ക് കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് ഫാഷൻ ഡിസൈനിങ് അതായിരുന്നു എന്റെ ടാസ്ക്. പക്ഷെ ആ ടാസ്കിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്കിത് നേരത്തെ ആകാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ ചിന്തിക്കേണ്ട ഇത്ര മാത്രം, എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇപ്പൊ നമ്മുടെ ലൂയി ഹേ പറഞ്ഞ സെന്റൻസ് എപ്പോഴും ഓർക്കുക. നമ്മളിത്തിരി ലേറ്റ് ആയിട്ട് അവിടെ എത്തുകയാണെങ്കിൽ ഓർക്കുക, ദിസ് ഇസ് ദ റൈറ്റ് ടൈം, ഐ ആം ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ് എന്ന് വിചാരിച്ച് പിന്നെയും മുന്നോട്ട് തന്നെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആതിര. താങ്ക് യു. ഓക്കെ, ആതിര മാം പറഞ്ഞല്ലോ ഇവര് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ സംസാരിക്കുന്ന പോലൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് പറയാണ്, ഫസ്റ്റ് ടൈം ഇവരും ഞാനാണെങ്കിൽ പോലും വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ നമുക്ക് സ്റ്റേജ് ഫിയർ ആണെങ്കിലും എല്ലാം നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു 2 വീക്കല്ലേ ആയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനും ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പം എല്ലാ സെഷനിലും അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം മാക്സിമം. ഓക്കെ, ഓക്കെ 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 ശരി. ശരി. താങ്ക് യു ആതിര മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം അടുത്ത ആൾക്ക് പറയാം കേട്ടോ. ഇനി പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ജാസ്മിൻ മാം. ജാസ്മിൻ മാം ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്, സെഷനൊക്കെ പങ്കെടുക്കുന്നതാണ്. പക്ഷെ ഫീഡ്ബാക്ക് പറയാൻ കുറച്ച്, ഇന്നൊന്ന് ഫീഡ്ബാക്ക് പറയാമോ ജാസ്മിൻ മാം? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എൻ്റെ പേര് ജാസ്മിനാണ്. ഞാൻ കൊല്ലമാണ് എൻ്റെ സ്ഥലം. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ച് പിന്നെ മൈൻഡ് പവർ ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇപ്പൊ ഈ ആതിര പറഞ്ഞ കണക്ക് എനിക്കൊരു സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ട്. കാരണം പെട്ടെന്ന് കയറി സംസാരിക്കാൻ നമുക്ക് കുറേ അടുപ്പമുള്ളവർ അടുത്ത് കഴിയുമ്പോഴാണ് സംസാരമൊക്കെ കുറച്ച് ഓപ്പൺ ആവുന്നത്. പക്ഷെ പക്ഷെ അങ്ങനല്ല. എനിക്ക് കുറേയും കൂടെ ഒക്കെ മാറാൻ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൽ വന്നിട്ട് ഒരു 1 മന്ത് അത്ര ആയിട്ടുണ്ട്. എന്നും ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തും എനിക്ക് കുറേയും കൂടെ ഒക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പൊ മാം പറഞ്ഞ കണക്ക് നമ്മള് ചുറ്റുമുള്ളവരെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ മാറുക എന്നുള്ളത് എൻ്റെ ടാസ്ക് ഞാൻ ചെയ്യുക. അതിൽ നമ്മൾ രക്തം തിയറിയിൽ എന്താണോ ആ രക്തം തിയറി പറയുന്ന കണക്ക് എന്താണോ വരുന്നത് അത് വരട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണോ ആ ഒരു ഇതായിട്ട് മാറാൻ എനിക്ക് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ഈ മാജിക് ഇതിനകത്ത് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷനിൽ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. താങ്ക് യു മാം. ഓ ഗ്രേറ്റ് ജാസ്മിൻ, ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് ജാസ്മിൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് ബി മാജിക്കിലേക്ക് വന്നപ്പോഴാണ് കുറച്ചും കൂടി ആ ഒരു പഠിച്ച കാര്യങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയത്. ഒരു പക്ഷെ ബി മാജിക്കിലേക്ക് വന്നത് ശേഷമാണ് എന്നാണ് ജാസ്മിൻ പറഞ്ഞതിന്റെ ഒരു പൊരുൾ എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ, ജാസ്മിന്റെ ടാസ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. എനിക്ക് മാറണം, പക്ഷെ അത് പഠിച്ചത് കൊണ്ട് എനിക്ക് മാറാൻ പറ്റിയില്ല. അത് പഠിച്ചു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒരുപക്ഷെ എങ്ങനെ വേണം എന്നുള്ളത് ഒരു പക്ഷെ ബി മാജിക്കിന്റെ പല ടോപ്പിക്കുകളും കേട്ടപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്റ്റേജ് ഇവിടെയാണ്, എനിക്ക് ബി മാജിക്കിലൂടെയാണ് തുറന്നു കിട്ടിയത്. സോ യൂസ് ദാറ്റ് വൺ. അപ്പൊ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ടാസ്കിൽ പെടുന്ന കാര്യമില്ല. നമ്മുടെ ടാസ്ക് ഇത്രയേ ഉള്ളൂ, ഇത് എനിക്ക് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാം. കോൺസെൻട്രേറ്റ് ഓൺ അവർ ടാസ്ക്, അതിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു പക്ഷെ അങ്ങനെ ജാസ്മിൻ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജാസ്മിൻ ഇഷ്ടപ്പെട്ടത് പോലും. എന്തായാലും ജാസ്മിൻ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ജാസ്മിൻ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, എവിടെ പോയി ബാക്കി എല്ലാവരും? ഇനി ഞാൻ പേര് വിളിക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾ പേര് വിളിക്കാതെ തന്നെ മുന്നോട്ട് വന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയും. യെസ്, ആരാണ്? ഗുഡ് മോർണിംഗ്. ദിവ്യ മാം. മനസ്സിലായി. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ്
നമ്മളെപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മാറ്റേഴ്സിലാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബോർ ചെയ്യുന്നത്. നമ്മൾ അതുതന്നെയാണ് നമ്മളുടെ ഒരു സമയം, ഒരു 24 മണി എന്ന് പറയുമ്പോൾ 9-10 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതില് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു അവര് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിലല്ല നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു, അവരെന്തുകൊണ്ട് അത് പറഞ്ഞു. ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതാണ്. നമ്മളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം നമ്മൾക്ക് കിട്ടുന്നില്ലാത്ത പുതിയ ആശയങ്ങൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഉടലെടുക്കാത്തെന്ന് വേണം പറയാനായിട്ട്. അപ്പോ എല്ലാവരും ഇതെല്ലാം ദിവ്യ മാമിന് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നുണ്ട്. അതെ ഓക്കെ, എവിടെ പോയി? റസാഖ് സർ പോയോ? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. ഓക്കെ, നമ്മളിപ്പോ ദിവ്യ ഒരിക്കൽ ഓർമ്മപ്പെടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുടെ ടാസ്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത്. വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവരത് ചെയ്തു വെച്ചോ, കുട്ടി അത് ചെയ്തോ, അല്ലെങ്കിൽ അമ്മ അത് ചെയ്തോ, അച്ഛനത് ചെയ്തോ, ഹസ്ബൻഡ് അത് ചെയ്തോ, വൈഫ് ചെയ്തോ. ഇതൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് കയറി എന്ന് ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മുടെ ടാസ്കിലേക്ക് അല്ല പലപ്പോഴും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും എടുത്തു നോക്കൂ, മറ്റുള്ളവരുടെ ടാസ്കിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. ഓക്കെ, ഒരു ദിവസം നമ്മൾ അനലൈസ് നമ്മൾ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം മാമിന്റെ ക്ലാസ് കേട്ടു. ഇന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യുന്നവരാകുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിച്ചത്, നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് ഇൻപുട്ട് എടുത്തതെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ കൂടുതൽ മിസ്റ്റേക്ക് അതോ മറ്റുള്ളവരാണോ. താങ്ക് യു സോ മച്ച്, നല്ലൊരു ക്ലാസ്. താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, മണി സർ. നല്ലൊരു Good ക്ലാസ് morning. തന്നെയാണ്. അപ്പൊ നമ്മള് ലൈഫ് ഒന്ന് സിമ്പിൾ ആക്കാനും റിലാക്സ്ഡ് ആകാനും അതും സന്തോഷപ്രദമാക്കാനും ഉതകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് എന്നുള്ളത്. അപ്പൊ മിക്ക പ്രോബ്ലത്തിന്റെ ഒരു കാരണം ഇന്റർപേഴ്സണൽ അല്ല ഇന്റർ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് എന്താണോ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക, നമ്മളെ ടാസ്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിന്റെ പിന്നാലെ പോവുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മളേക്ക് തന്നെ സ്വയം ചെലുത്തി വരുന്ന സമയത്ത് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാനും പറ്റും, ജീവിതം സന്തോഷപ്രദമാക്കാനും പറ്റും. അപ്പം എന്ത് കാര്യങ്ങളിലും അതായത് പ്രശ്നങ്ങളല്ലാതായി മാറുന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഏതായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല ലളിതമായ രീതിയിൽ ഈ നമ്മളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിമുക്തി നേടാനും നമ്മൾ റിലാക്സ് ആകാനും പറ്റിയ ഒരു ക്ലാസ് തന്നെയായിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മൻസാർ. മൻസാർ ഒന്നുകൂടി അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു, നമ്മുടെ ടാസ്കിൽ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മുന്നോട്ട് പോകാം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. താങ്ക് യു. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മുന്നോട്ട് വരാമോ? ഗുഡ് മോർണിംഗ് പ്രവീണ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത് ഞാൻ കുറേ ടാസ്കുകൾ എപ്പോഴും ഇങ്ങനെ വെച്ച് കയ്യിൽ കൊണ്ട് കിടക്കുന്ന ഒരാളായിരുന്നു. അപ്പോഴെനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല, അപ്പോഴും വിഷമമായിരുന്നു. പക്ഷേ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിൽ നമ്മളെ സേഫ് സാർ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് അതിൽ ഫൈനും മറ്റു കാര്യമൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൈനും ഓക്കെ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഫൈനല്ല വിഷയം, പക്ഷേ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ളൊരു സിൻസിയറായിട്ട് അത് കറക്റ്റായിട്ട് ചെയ്തു. പക്ഷേ മുൻപ് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈം മുൻപൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ആ ഒരു ഇത് തന്നെയാണ് നോക്കുന്നത്.
അവരുടെ കാര്യങ്ങളും മറ്റുള്ള ആ ഒരു ഇത്. പക്ഷെ ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പം ആ ഒരു പീരീഡ് കഴിഞ്ഞു. ഇന്നലെ തൊട്ടേ ഞാൻ എല്ലാം ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എല്ലാം എഴുതി വെച്ചു. പക്ഷെ എനിക്ക് രാവിലെ ഇന്ന് 7:30 ജോലിക്ക് പോകണം. അപ്പോൾ 4:45 തൊട്ട് ഞാൻ കിച്ചണിലാണ്. 6:30 എനിക്ക് ഗ്രൗണ്ടിലോട്ട് നടക്കാൻ പോകണം. പക്ഷേ ഇങ്ങനെ ചെറിയ അപ്പോഴും ഇപ്പം മറ്റുള്ളവരെ ഇപ്പം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനി ഞാൻ വീണ്ടും വീണ്ടും ലേറ്റായി എനിക്ക് ടെൻഷനായി പോകും. ഞാൻ പോകേണ്ട ടൈമിൽ അത് തീർന്നിട്ടുമില്ല. എനിക്കിന്ന് വരാനും പറ്റില്ല വീട്ടിൽ തിരിച്ചേക്ക്. അപ്പോഴത്തേക്ക് എല്ലാം തീർത്ത് വെച്ചു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ നമ്മളിലേക്ക് തന്നെ കുറേ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു പോയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് വൈകുന്നേരത്തെ ടൈം എനിക്ക് മാത്രമാക്കി മാറ്റി വെച്ചു. എന്തായിരുന്നാലും ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ പിന്നെ ഓഫീസിലുണ്ടാവും. അപ്പോൾ ആ സമയം ഇത്രയും ചിലവായ സമയം എനിക്ക് വേണ്ടി എൻ്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് വെച്ചപ്പോൾ മാം ഇന്നത്തെ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്ന് കാര്യങ്ങൾ ഇനി എപ്പം ചെയ്യും, എങ്ങനെ ചെയ്യും. പക്ഷെ ഇത് കേട്ടപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധ്യം കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു സോ മച്ച് ഷൈനി. ഇത്രയേ ഉള്ളൂ. നമ്മളത് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സിമ്പിളർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കിടന്ന് ഓടി ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ, റിലാക്സ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളവർ അവർക്ക് ഫ്രീഡം കൊടുക്കുക. ലെറ്റ് ദം ഡു. അവരോട് ചെയ്തോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ ചെയ്യട്ടെ. ഇനി അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ടാസ്ക്കാണ് അവർ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഷൈനി തിരിച്ചറിഞ്ഞു, ഓക്കെ ഞാൻ നോക്കട്ടെ, എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അപ്പൊ എനിക്ക് അവിടെ ടൈം ഉണ്ട്, അവിടെ യൂസ് ചെയ്യുന്നു. അപ്പൊ കണ്ടോ, ആ ടാസ്ക് നമ്മുടെ ടാസ്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ സമയം കണ്ടെത്താൻ പറ്റി. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, ഒന്നിനും സമയമില്ല, ഞാൻ വീട്ടിലത്തെ ജോലികൾ മുഴുവൻ തീർത്തു. അപ്പൊ ഇത് ഈ തീർത്തു തന്നെ മറ്റുള്ളവർ ചെയ്തു തന്നില്ല അല്ലെങ്കിൽ സഹായിച്ചില്ല എന്നൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കാരണം. അപ്പൊ തുടങ്ങി എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. അവർ ചെയ്തില്ലെങ്കിൽ വേണ്ട, എനിക്ക് ചെയ്യാനുള്ള ചെയ്ത് വെച്ചിട്ട് പോവാം, ബാക്കി അങ്ങനെ കിടന്നോട്ടെ എന്നിട്ട് റിലാക്സ്ഡ് ആയിട്ട് കൊണ്ടുപോയി. താങ്ക് യു ഷൈനി, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ടാസ്കുകൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു ഷൈനി മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പ്രവീണ മാം. ഓക്കെ. ഓക്കെ, അപ്പം ഇന്നത്തെ നല്ലൊരു സെഷന് ഞാൻ വീണ്ടും നന്ദി പറയാണ് മാമിന്റെ അടുത്ത്. താങ്ക് യു മാം, താങ്ക് യു പ്രവീണ മാം. സോ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തവരാണെങ്കിലും നമ്മുടെ എന്താ പറയാ, ഇതിൽ ഓൾറെഡി ഉള്ള മെമ്പേഴ്സ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു. സോ ഇതുപോലെ എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക. സോ അപ്പം ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ലീവ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, Pravina ma'am. Thank you all. Thank you. Thank you. Thank you so much. Have a nice day. Thank you. Thank you, Pravina ma'am. Thank you all.